ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ഏവൻഗേലിയോൻ ചിന്തകളുടെ ഭാഗമായി നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ധ്യാന ചിന്തകളിലേക്ക് പ്രവേശിക്കാം. 2025 നവംബർ 9 ഞായറാഴ്ച സഭയായി ധ്യാനിക്കുന്ന ചിന്താവിഷയം സഭ ക്രിസ്തുവിൽ ഒരു ശരീരം എന്നുള്ളതാണ്. CSI, CNI, മാർത്തോമാ സഭകളുടെ ഐക്യാഘോഷ ദിനമായും ഒക്കെ ആചരിക്കുന്ന ഒരു ദിനമാണെന്ന്. സഭയുടെ പുതുക്കം എന്നതും അന്നത്തെ ചിന്താവിഷയമായിട്ട് വരുന്ന ഒരു ദർശനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗമായി ധ്യാനിക്കുവാൻ സഭയായി നമുക്ക് നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 15, 16 വാക്യങ്ങൾ വായിക്കട്ടെ. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനും എന്നുള്ളത് ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഹൃദയഹാരിയായ, മനോഹരമായ ഒരു ദർശനമാണ് കർത്താവ് ഇതിലൂടെ ഇവിടെ വ്യക്തമാക്കുന്നത്. നമ്മൾ സഭകളുടെ ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സഭയുടെ പുതുക്കത്തെക്കുറിച്ചൊക്കെ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാണല്ലോ നാം ധ്യാനിക്കുന്നത്. നാം ഓർക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, ഇവ രണ്ടും പരസ്പര പൂരകങ്ങളും പരസ്പര പൂരിതങ്ങളുമാണെന്നുള്ളതാണ്. സഭകളുടെ ഐക്യം എന്ന് പറയുന്നത് അത് ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് സഭകളുടെ പുതുക്കത്തിലേക്ക് നയിക്കും. അതുപോലെ സഭ പുതുക്കപ്പെടുമ്പോൾ, സഭകൾ പുതുക്കപ്പെടുമ്പോൾ അത് നിശ്ചയമായും സഭയുടെ ഐക്യത്തിലേക്ക് അത് നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഇത്തരത്തിൽ പരസ്പര പൂരകവും പരസ്പര പൂരിതവും എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു ഭാഗമാണ്. ഇവിടെ എക്യുമെനിസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, എക്യുമെനിസം എന്ന വാക്ക് രൂപപ്പെടുന്നത് ഓയിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓയിക്കോസ് എന്ന പദത്തിൻ്റെ ആ ഒരു ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഭവനം എന്നുള്ളതാണ്. ഭവനം എന്ന് പറയുന്നത് കേവലം ഒരു വീട് എന്നുള്ള സങ്കല്പത്തിനേക്കാൾ അപ്പുറത്ത് സുന്ദരമായ ഒരു സ്നേഹോഷ്മളമായ ഒരു കാലാവസ്ഥയെ തന്നെ കുറിക്കുന്ന ഒന്നാണ്. ഒരു ഭവനം എന്ന് പറയുന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ എക്യുമെനിസം എന്ന് പറയുന്നത് അത് സഭകൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചായിരുന്നെങ്കിൽ, എന്നാൽ ഇന്നിപ്പോൾ എക്യുമെനിസം എന്ന് പറയുന്നത് സഭകൾ തമ്മിൽ മാത്രമല്ല, സമൂഹത്തെയും ഈ ലോകത്തെയും അതുപോലെ പരിസ്ഥിതിയെയും പ്രകൃതിയെയും എല്ലാം പ്രപഞ്ചത്തോളം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ദർശനത്തെ ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഇപ്പോൾ ഒരു ചെടി വളരുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം, ഒരു ചെടി എങ്ങനെയാണ് വളരുന്നത്. ഒരു ചെടി വളരുന്നത് ഒരു മുകളിലേക്കാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാകും. അത് പറയാം. അതുപോലെ ഒരു ചെടി വളരുന്ന എങ്ങോട്ടാണെന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിലോട്ടാണ്. നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്കറിയാം, സൂര്യപ്രകാശത്തിലോട്ടാണ് ചെടി വളരുന്നത്. എന്നാൽ ഒരു ചെടി വളരുന്നതിനെ വേണമെങ്കിൽ നമുക്കതിനെ ഏറ്റവും സുന്ദരമായിട്ട് ദൈവത്തിൻ്റെ മനോഹരമായ ആകാശങ്ങളിലേക്ക് അത് വളരുന്നു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആകാശങ്ങളിലേക്ക് വളരുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് വളരുകയാണ്. ആകാശമെന്ന് പറയുന്നത് അതിരുകളില്ലാത്ത ഒരു വലിയ ഒരു ദർശനത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ സഭകളുടെ ഐക്യം എന്ന് പറയുന്നത്, സഭകളുടെ പുതുക്കം എന്നൊക്കെ പറയുന്നത് അത്തരത്തിലൊരു ഉന്നതമായ തലത്തിലേക്ക് വളരാനുള്ള ഒരു അനുഭവമായി തീരുമ്പോഴാണ് ഈ ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും എന്ന് പറയുന്ന ആ ഒരു വലിയ ദർശനം ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്. ഇവിടെ നമ്മൾ പ്രഥമമായി നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് ഈ ഐക്യം സാധ്യമാവുക? ഐക്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പ്രയത്നം കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നല്ല, അത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ സ്ഥാപിതമാകേണ്ടതാണ്. അപ്പോൾ ക്രിസ്തുവിലുള്ള ഐക്യമാണ്. ഇവിടെ ഒരു ആട്ടിൻകൂട്ടം ഒരു ഇടയെന്ന് പറയാം. ആ ഇടയൻ്റെ സവിശേഷത എന്താണ്? കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നുള്ളതാണ്. കൂലിക്കാരൻ്റെ പ്രത്യേകത എന്താണ്? ആ കൂലിക്കാരൻ ചെന്നായി വരുമ്പോൾ ആടുകളെ വിട്ടിട്ട് ഓടിക്കളയുന്നു. കാരണം കൂലിക്കാരൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് അവൻ്റെ കൂലിയിലാണ് അവൻ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇടയൻ എന്ന് പറയുന്നത് തൻ്റെ
ആത്മബലിയിലൂടെ പോലും ആടുകൾക്ക് വേണ്ടി ആ ജീവനെ കൊടുക്കുന്നവനാണ്. അപ്പോൾ നമ്മൾ ഒരു ആട്ടിൻകൂട്ടം എന്ന നിലയിൽ, സഭ ഒരു ആട്ടിൻകൂട്ടം എന്ന നിലയിൽ നമ്മൾ അതിനെക്കുറിച്ച് കാണുമ്പോൾ ഈ ഇടയൻ അതിനുവേണ്ടി കൊടുത്ത വില, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് അതിനുവേണ്ടി കൊടുത്ത വില നാം തിരിച്ചറിയേണ്ട, കർത്താവിൻ്റെ ആ ചോരയുടെ വില നാം തിരിച്ചറിയേണ്ടതാണ്. ദ സിറ്റി ഓഫ് ജോയ് എന്ന് പറയുന്ന ഡൊമിനിക് ലാപ്പിയർ എന്ന് ആ പ്രശസ്തനായ എഴുത്തുകാരൻ്റെ പുസ്തകത്തിൽ ഹസാരിബാൽ എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് പറയും. അദ്ദേഹം ഒരു പകലൊക്കെ ഏതെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന ഒരാളാണ്. എവിടെയെങ്കിലും പോയി അങ്ങനെ കിട്ടും, എന്തെങ്കിലും കൂലി കിട്ടും, അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ പലഹാരം ഒക്കെ എന്തെങ്കിലും വാങ്ങിച്ച് കുട്ടികൾക്ക് കൊണ്ടേ കൊടുക്കും. ദാരിദ്ര്യമാണ് അവരുടെ വീടിൻ്റെ മുഖമുദ്ര തന്നെ. അത്തരത്തിലൊരു വലിയ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ഭവനമാണ്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം വൈകിട്ട് വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പൊതിയുണ്ട്. മക്കളെല്ലാം ഓടി വരികയാണ്. അപ്പോൾ ഭാര്യയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ പൊതി കൊണ്ടുവരുമ്പോൾ ആ കുട്ടികൾ ആ പൊതി വന്ന് എടുത്ത് അതിനകത്തെ പലഹാരം അവർ ആവേശപൂർവ്വം ഭക്ഷിക്കുകയാണ്. കാരണം പകലൊക്കെ വിശന്നിരുന്നവരാണ്. അപ്പോൾ വൈകിട്ട് കിട്ടിയ ആഹാരം അവർ വളരെ സ്വാദോടുകൂടി അവരത് കഴിക്കുകയാണ്. എന്നാൽ ഡൊമിനിക് ലാപ്പിയർ അവിടെ ഹസാരിബാൽ എന്ന് പറയുന്നത്, അതായത് കൽക്കട്ടായിൽ ജീവിച്ച അത് ആ ഒരു മനുഷ്യനെക്കുറിച്ച്, ഇതൊരു അദ്ദേഹം കണ്ടെത്തിയ ഒരു മനുഷ്യനാണ്. ആ ഹസാരിബാലിനെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കുട്ടികളെക്കുറിച്ച് പറയും അവരെല്ലാവരും ആ മധുര പലഹാരം രുചിയോടെ ഭക്ഷിക്കുമ്പോൾ അവരാരും അദ്ദേഹത്തിൻ്റെ ഇടത് കൈത്തണ്ടയിൽ, അവരുടെ പിതാവിൻ്റെ ഇടത് കൈത്തണ്ടയിലെ ചുവന്ന പാട് കണ്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് ആ ചുവന്ന പാടെന്ന് ചോദിച്ചാൽ, ഈ ഡൊമിനിക് ലാപ്പിയർ പറയുന്നത് അത് അന്ന് പകൽ മുഴുവൻ എന്തെങ്കിലും ഒരു പണിക്ക് വേണ്ടി, ഒരു പണിക്ക് ആരെങ്കിലും വിളിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം അന്വേഷിച്ചു, ഒരു പണിയും കിട്ടിയില്ല. അവസാനം അദ്ദേഹത്തിന് അന്ന് കൂലി കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കുട്ടികൾക്ക് വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം തൻ്റെ ചോര വിറ്റ് കിട്ടിയ തുക കൊണ്ട് അദ്ദേഹം ഒരു പലഹാരം വാങ്ങിച്ചുകൊണ്ട് കുട്ടികൾക്ക് വന്നതാണ്. അപ്പോൾ അന്നേരം അവരാ കുട്ടികൾ ഓടി വരുന്നതിനെക്കുറിച്ചൊക്കെ വർണ്ണിക്കുമ്പോൾ പറയും, ഒരു സിംഹം ഒരു മാനിനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ സിംഹക്കുട്ടികൾ എങ്ങനെയാണ് ഓടി വരുന്നത്, അതുപോലെയാണ് ആ കുട്ടികൾ ഓടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരാ പലഹാരം കഴിക്കുമ്പോൾ, അവരതിൻ്റെ രുചി അറിയുമ്പോൾ അവരാരും അപ്പൻ അതിന് കൊടുത്ത വില അവർ മനസ്സിലാക്കിയില്ല. പ്രിയമുള്ളവർ, ഇത് സഭയ്ക്കൾക്ക് സംഭവിക്കാവുന്ന വലിയ അപകടമാണ്. നമുക്കൊക്കെ സംഭവിക്കുന്ന അപകടമാണ്. കർത്താവ് ഈ നല്ല ഇടയൻ, അദ്ദേഹം ആ ചോര കൊടുത്തതിൻ്റെ വില, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നതിനേക്കാൾ അപ്പുറത്ത് കർത്താവ് നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ചവനാണ്. ആ ചോരയുടെ വില അറിയുമ്പോൾ തന്നെ ഈ ആട്ടിൻകൂട്ടത്തിന് ഐക്യമുണ്ടാകേണ്ടതാണ്. ആട്ടിൻകൂട്ടത്തിന് ആ സ്നേഹത്തിൽ പുതുക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നാമതായി ഇത് മനസ്സിലാക്കേണ്ടത്, ഈ നല്ല ഇടയൻ്റെ ചോരയുടെ വില അറിയുന്ന സഭകൾ തീരണം. അതാണ് സഭകളുടെ ഐക്യത്തിലേക്കും പുതുക്കത്തിലേക്കും നയിക്കുന്ന പ്രധാന ഘടകം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഈ നല്ല ഇടയനെന്ന് പറയുമ്പോൾ, ആ നല്ല ഇടയനുമായിട്ടൊരു ഐക്യബന്ധത്തിലാകുവാൻ, ക്രിസ്തുവുമായുള്ളൊരു ഐക്യം സാധ്യമാക്കി തീർക്കേണ്ട നമ്മുടെ ഉത്തരവ്. ഇവിടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടത്, അവ എൻ്റെ ശബ്ദം കേൾക്കും എന്ന ഒരാട്ടിൻകൂട്ടം ഒരു ഇടയനാവും. എൻ്റെ ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ കർത്താവിൻ്റെ ശബ്ദം ഇന്ന് നമ്മൾ കേൾക്കുന്നത് കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വചനവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ കർത്താവിനെ കേൾക്കുവാനായിട്ട്, കർത്താവിൻ്റെ ആഗ്രഹം, നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ സ്വപ്നങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് വചനവുമായി ഒരു ബന്ധത്തിൽ നമ്മൾ വരേണ്ട ആവശ്യമുണ്ട്. രാം മോഹൻ പാലിയത്ത് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന് അദ്ദേഹം കൊടുത്ത പേര് സസ്യബുക്ക്, മാംസബുക്ക്, ഫേസ്ബുക്ക് എന്നാണ്. കാരണം സസ്യാഹാരം കഴിക്കുന്ന ആളെ നമുക്ക് സസ്യബുക്ക് എന്ന് പറയും, മാംസാഹാരം കഴിക്കുന്ന ആളെ മാംസബുക്ക് എന്ന് പറയും. ഫേസ്ബുക്ക് ഇപ്പം കൂടുതലായിട്ട് ഫേസ്ബുക്ക് കഴിക്കുന്ന, അതിനകത്ത് ലയിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് അദ്ദേഹം ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ സസ്യബുക്കുകളോ മാംസബുക്കുകളോ ഫേസ്ബുക്കുകളോ ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഈ വചനമെന്ന് പറയുന്ന വചനബുക്കുകളാകുവാൻ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് വളരെ ഗൗരവമായി നാം പരിഗണിക്കേണ്ട ഒന്നാണ്. കാരണം ഈ വചനത്തിലൂടെയാണ് ഇടയൻ പറയുന്നത് കേൾക്കാൻ നമുക്ക് ലഭിക്കുന്നൊരവസരം. അപ്പോൾ കർത്താവുമായി ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ, വിശുദ്ധ പൗലോസ് പറയുമല്ലോ, ഒരു ശരീരം എന്നുള്ളത് പറയും. ക്രിസ്തുവിൻ്റെ ആ ഒരു ശരീരമായിട്ട്, അതിൻ്റെ അവയവങ്ങളായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഗൗരവത്തോടു കൂടി പരിഗണിക്കേണ്ട ഒന്നാണ്. ഗുരു നിത്യചൈതന്യതി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കാലിൽ വന്നു വീണു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നത്? ഉടനെ പറഞ്ഞു, അങ്ങയോടുള്ള ആദരവ് കൊണ്ടാണ്. ഉടനെ ഗുരു പറഞ്ഞു, ഒരു ഗുരുവിൻ്റെ പാദങ്ങളിൽ
ഒരു ശിഷ്യൻ വന്ന് വീണ് നമസ്കരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ആ ഗുരുവിൻ്റെ പാദം തൊട്ട് നമസ്കരിക്കുന്ന എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഈ ഭാരതീയ സംസ്കാരത്തിൽ അഷ്ടാംഗ പ്രണാമം എന്ന് പറയും. 8 അവയവങ്ങൾ ഭൂമിയെ സ്പർശിക്കുന്ന രീതിയിൽ ഗുരുവിൻ്റെ കാല് വണങ്ങി അങ്ങനെ കിടക്കുന്ന അനുഭവമാണ്. അപ്പോൾ ഗുരു പറയാണ്, എൻ്റെ കാല് തൊട്ട് നീ വണങ്ങി നീ അങ്ങനെ കിടക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായിട്ട് നീ മാറുകയാണ്. അപ്പോൾ ഗുരു പറയുന്നത് അനുസരിക്കുന്നതാണല്ലോ അവയവങ്ങളുടെ ധർമ്മം. ആ ഗുരു പറയുന്നത് കേട്ട് ആ രീതിയിൽ അനുസരിക്കുമ്പോഴാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു ആചാരപരമായ ഒരു കാര്യമായിട്ട് നമ്മൾ പലപ്പോഴും കാല് തൊട്ട് വണങ്ങുന്നതിനെയൊക്കെ കാണാറുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ഇതാണ് അതിൻ്റെ ഒരു ദർശനം എന്ന് പറയുന്നത്. ഈ യഹൂദന്മാരുടെ റബിമാരെക്കുറിച്ചുള്ള പറയുമ്പോൾ ഒരു റബിയുടെ ശിഷ്യനെന്ന് പറയുന്നത് റബിയുടെ കാല് മണ്ണിൽ, പാദങ്ങൾ മണ്ണിൽ പതിയുമ്പോൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ ഭുജിച്ച് കൂടെ നടക്കുന്നവനെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഒത്തിരി അകന്ന് എന്നാൽ പൊടിപടലങ്ങളൊന്നും നമ്മൾ ഭുജിക്കേണ്ടി വരില്ല. എന്നാൽ അത്രത്തോളം ഗുരുവിനോട് ചേർന്ന് നടക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ നമ്മുടെ പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. സഭകളുടെ ഐക്യം എന്ന് പറയുന്നത്, സഭകളുടെ പുതുക്കം എന്ന് പറയുന്നതും അത് നമ്മളുടെ വ്യക്തികൾ തമ്മിലുള്ള ഐക്യത്തിലും അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പുതുക്കത്തിനുമൊക്കെ മുഖാന്തരമായി തീരേണ്ട ഒന്നാണ്. അത് ഈ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ കാണേണ്ടത്. കർത്താവിൻ്റെ ശരീരമായി, അവയവങ്ങളായി നമ്മൾ മാറുമ്പോൾ ആ കർത്താവുമായുള്ള ഐക്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവയവങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഒരു അവയവത്തിന് ഒരു വേദന ഉണ്ടെങ്കിൽ മറ്റ് അവയവങ്ങളും അതിനകത്ത് സഹകരിക്കുന്നു എന്ന് പറയുന്ന, അത് പരിഹരിക്കാൻ സഹകരിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ ദർശനം. അത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന, ഇന്ന് നമ്മൾ ഇവിടെ പറയുന്ന 1 കൊരിന്ത്യർ 12-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഇന്ന് കർത്താവിൻ്റെ ശിഷ്യരെന്ന് അല്ലെങ്കിൽ കർത്താവിൻ്റെ അനുയായികളെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ആ വിശ്വാസ സമൂഹം എന്ന് പറയുന്നവർ എത്രത്തോളം പരസ്പരം ആ ഒരു സ്നേഹത്തിലും സഹകരണത്തിലും പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പണ്ടൊരു ഭവനത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ഓയിക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഭവനം എന്ന് പറയുന്നതാണ്. അതിൻ്റെ എല്ലാം ഒരു ബേസിക് യൂണിറ്റ് ആണല്ലോ ഭവനമെന്ന് പറയുന്നത്. സഭയെന്ന് പറയുന്നതും അതിൻ്റെ ഒരു വിപുലീകരിക്കപ്പെട്ട ഭവനമാണ് സഭയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു വിൻസെൻ്റ് വാരിയത്ത് എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതൻ എഴുതിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു വീട്ടിൽ, ഒരു ഭവനത്തിൽ അവർ മാതാപിതാക്കൾ പള്ളിയിലൊക്കെ സ്ഥിരം പോകുന്നവരാണ്. പക്ഷേ അവർ കുർബാനയൊക്കെ കൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയ ബഹളമാണ്. അവർ അടിയും പിടിയും ഒക്കെ ബഹളമൊക്കെയാണ്. അപ്പോൾ ഇത് അപ്പോൾ എന്നാൽ ആ വീട്ടിൽ എഴുതി വച്ചിരിക്കുന്നത് ഈശോ ഈ ഭവനത്തിൻ്റെ നാഥൻ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈശോ ഈ ഭവനത്തിൻ്റെ നാഥൻ എന്നാണ് ഒരു പോസ്റ്ററൊക്കെ അവർ ഒട്ടിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അവരുടെ മകൻ ഒരു ദിവസം വന്നിട്ട് ഇത് കീറിക്കളയുകയാണ്, ഇതങ്ങ് മാറ്റി, ഇത് പൊളിച്ച് മാറ്റുകയാണ്. എന്നിട്ട് അവൻ അവിടെ പുതിയൊരു പോസ്റ്റർ ഒട്ടിക്കുകയാണ്, ഈഗോ ഈ ഭവനത്തിൻ്റെ നാഥൻ, ഈഗോ ഈ വീടിൻ്റെ ഭവനത്തിൻ്റെ നാഥൻ. കാരണം ഇവർ തമ്മിൽ അവരുടെ ഒരു ഈഗോയുടെ ഒരു ക്ലാഷാണ്, അവർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ആർക്കാണ് മുൻഗണന, അല്ലെങ്കിൽ ആർക്കാണ് പ്രാധാന്യം എന്നതിനെക്കുറിച്ചുള്ള തർക്കത്തിലൊക്കെയാണ് പലപ്പോഴും അവിടെ വലിയ സംഘടനകൾ നടക്കുന്നത്. അപ്പോൾ ഇതെഴുതി വെച്ചപ്പോഴത്തേക്ക് മാതാപിതാക്കൾ അവരുടെ അപ്പനും അമ്മയും കൂടെ ഇവനെ പിടിച്ചു. ഉടനെ ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ ചെയ്തു വെച്ചെന്ന് ചോദിച്ചാൽ, ആ കാര്യത്തിൽ അവർ ഒരുമിച്ചു. അതായത് അവരിപ്പോൾ അവരെ അപമാനിച്ച പൊതുശത്രുവായിട്ട് മകനെ കാണുകയാണ്. ഉടനെ അവൻ പറഞ്ഞു, എന്ന് ഈശോ ഈ ഭവനത്തിൻ്റെ നാഥനായി മാറുന്നു, അന്ന് ആ പോസ്റ്റർ ഞാൻ ഒട്ടിക്കാം, അല്ലെങ്കിൽ ആ സ്റ്റിക്കർ ഒട്ടിക്കാം, അതുവരെ ഞാനത് ഒട്ടിക്കത്തില്ലെന്ന് ആ കുട്ടി പറഞ്ഞു എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, സഭകളുടെ ഒരു ബന്ധത്തിലും നമ്മുടെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലുമൊക്കെ നാം ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ഈശോ ആണോ യഥാർത്ഥത്തിൽ, യേശു ആണോ നമ്മുടെ നാഥനായിരിക്കുന്നത്, അതോ നമ്മുടെ ഈഗോയാണോ? പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും ഒരു ഭിന്നതകൾക്കുമൊക്കെ കാരണം നമ്മുടെ ഒരു ഈഗോയാണെന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ ഈ പരസ്പരമുള്ള ഐക്യം, ഞാൻ പറഞ്ഞു ക്രിസ്തുവുമായുള്ള ഐക്യം, പരസ്പരമായുള്ള ഒരു ഐക്യം, അതിലൂടെയൊക്കെ നമ്മൾ വരേണ്ടത് എന്താണ്? സാക്ഷ്യത്തിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സഭകൾ തമ്മിലുള്ള ഐക്യം അല്ലെങ്കിൽ സഭയുടെ പുതുക്കം, ഇതൊക്കെ സമൂഹം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ സാക്ഷ്യത്തെ ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ട് ഫലം കായ്ക്കുന്ന ആ ഒരു അനുഭവം. അപ്പോൾ കൂടുതൽ ഫലം കായ്ക്കുന്നതിനാലാണ് ദൈവം മഹത്വപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്തു എന്ന് പറയുന്ന നാഥനായിരിക്കുന്ന
ആ ഇടയൻ്റെ ആട്ടിൻകൂട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ആട്ടിൻകൂട്ടമായിട്ട് ആ പരസ്പരമുള്ള പാരസ്പര്യത്തിൽ നമ്മൾ വളരുമ്പോൾ അതിൻ്റെ ആ സാക്ഷ്യത്തിൻ്റെ നല്ല ഫലങ്ങൾ സമൂഹത്തിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ജീവിതം ഒരു അഭിഷേകം എന്ന ആത്മകഥ കഴിഞ്ഞ ദിവസമാണല്ലോ അത് പ്രകാശനം ചെയ്യപ്പെട്ടത്. ആ പുസ്തകത്തിൽ സഭയെക്കുറിച്ച് പറയുമ്പോൾ തിരുമേനി പറയുന്ന വളരെ കൃത്യതയോടെ വ്യക്തതയോടെ പറയുന്ന കാര്യം ഇപ്രകാരമാണ്. തിരുമേനി പറയുകയാണ്, ദൈവവുമായുള്ള ബന്ധത്തിലും പരസ്പരമുള്ള ബന്ധത്തിലും നിരന്തരം വളരുന്നതാണ് സഭ. എന്നിട്ട് തിരുമേനി പറയുകയാണ്, ഐക്യത്തിൻ്റെ ദർശനത്തിലാണ് സാക്ഷ്യത്തിൻ്റെ മാതൃകകൾ ഉണ്ടാകുന്നത്. സാക്ഷ്യം എന്നത് കരുതലാണ്. എളിയവരെയും തള്ളപ്പെട്ടവരെയും സാമൂഹികമായി സാംസ്കാരികമായി ഒറ്റപ്പെട്ടു പോയവരെയും സുവിശേഷത്തിലെ ദൈവസ്നേഹത്തിലേക്ക് ചേർത്ത് വരുത്തുകയും ദൈവികമായ സ്നേഹവും യേശുക്രിസ്തുവിലെ രക്ഷയുടെ സന്തോഷവും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന കൂട്ടമാണ് സഭ എന്നതായിരുന്നു എൻ്റെ മിഷണറി വേലയിലെ വിശ്വാസമെന്ന് തിരുമേനി സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കരുതലിലൂടെ ഒക്കെയാണ്, ചേർത്ത് പിടിക്കലിലൂടെയൊക്കെ. ഭവനത്തിൻ്റെ അടിസ്ഥാനപരമായ ഗുണവിശേഷം അതാണ്. അവിടെ ഒരു പരാജയപ്പെടുന്ന ഒരാളെയും ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. ഒരു കുട്ടി സ്കൂളിൽ പരാജയപ്പെടുന്നുണ്ടായിരിക്കാം, പക്ഷേ ആ പരാജയപ്പെടുന്നവനെയും ചേർത്ത് പിടിക്കുന്ന ഇടമായി മാറുമ്പോഴാണ് ഭവനം ഒരു സ്വർഗീയ ഭവനമായിട്ട് മാറുന്നത്. അപ്പോൾ സഭകൾ അത്തരത്തിൽ സഭകളുടെ ഐക്യം കൊണ്ട് സഭകൾ ശക്തി പ്രാപിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ആ സാക്ഷ്യം കൊണ്ട് സമൂഹം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാത്തമായ ഒരു ഉദാഹരണം ആദിമസഭയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പത്രോസ് യോഹന്നാനും കൂടെ ദേവാലയത്തിലേക്ക് പോവുകയാണ്. പത്രോസ് യോഹന്നാനും ദേവാലയത്തിൽ പോകുന്നു പറയുമ്പോൾ നമ്മൾ ഓർക്കണം, യേശുവിൻ്റെ കൂടെ നടക്കുന്ന കാലത്ത് പോലും അവർ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നവരാണ്. എന്നാൽ ഇപ്പോൾ അവർ ദേവാലയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നതെന്നാണ്, അവിടെ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നെന്ന് പറയുമ്പോൾ കരങ്ങൾ കൂപ്പുന്ന ഒരു സഭയുടെ പ്രതീകമായിട്ട് അവർ നിൽക്കുകയാണ്. അതുപോലെ അവർ ഒരുമിച്ച് പോകുന്നു എന്ന് പറയുന്നതിന് എത്ര വലിയ സാക്ഷ്യമാണ്. അത് കരങ്ങൾ കോർക്കുന്ന സഭയുടെ പ്രതീകമാണ്. എന്നിട്ട് അവിടെ ആ സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്ക് ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന ആ മുടന്തനെ അവന് കരം കൊടുക്കുന്ന സമയത്ത് കരം കൊടുക്കുന്നതായിട്ടുള്ള, കരം പിടിക്കുന്നതായിട്ടുള്ള സഭയുടെ ഇത് പറയുകയാണ്. വെള്ളിയും പൊന്നും എനിക്കുള്ള നിനക്ക് തന്ന നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ, യേശു നാമത്തിൽ അടക്കായി എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് അവർ തമ്മിലുള്ള ഐക്യം, സഭകളുടെ ആ ഒരു ഐക്യം ഒരാൾക്ക് അനുഗ്രഹമായി തീരുകയാണ്. അവരെ ഒരുമിച്ച് നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്താണ്, അവനും കൂടെ ദേവാലയത്തിലേക്ക് കടന്ന് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവം. ഇതാണ് ഇന്ന് സമൂഹത്തിൽ സാധിക്കേണ്ടത്. ആ സാധിക്കുന്നതിന് നമ്മുടെ ധ്യാനമൊക്കെ മുഖാന്തരമാകട്ടെ. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്, ഭവനമെന്ന് പറയുമ്പോൾ, സഭകളുടെ ഐക്യമെന്ന് പറയുമ്പോൾ കേവലം സഭകളുടെ ഒരു ഐക്യത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല, അതിന് വിശാലമായ ഒരു മാനവികത തലമുണ്ട്. അത് പ്രകൃതിയുമെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ചോര കൊടുത്തവൻ്റെ ചോരയുടെ വിലയറിഞ്ഞ് ഒരു ആട്ടിൻകൂട്ടമായിട്ട് നമുക്ക് സഭകൾക്ക് വളരാനായിട്ട് സാധിക്കണം, പുതുക്കപ്പെടാൻ സാധിക്കണം. അതുപോലെ ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് വളരാനും പുതുക്കപ്പെടാനും സാധിക്കണം. അതുപോലെ പരസ്പരമുള്ള ബന്ധത്തിൽ ഈ ഒരു ഐക്യത്തിൻ്റെയും ഒരു പാരസ്പര്യത്തിൻ്റെയും ഒക്കെ അനുഭവത്തിൽ വളരാൻ സാധിക്കണം. സാക്ഷ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തട്ടെ.